പത്തനംതിട്ട പെരുന്നാട്ടിൽ കൊല്ലപ്പെട്ട CITU പ്രവർത്തകൻ ജിതിന്റെ ബന്ധുവായ അനിലുമായി പ്രതികളായ 3 പേർക്ക് തർക്കമുണ്ടായിരുന്നു FIR. രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് FIR-ൽ പരാമർശമില്ല. MV ഗോവിന്ദന്റെയും TP രാമകൃഷ്ണന്റെയും പ്രതികരണങ്ങളൊന്ന് കാണാം. പത്തനംതിട്ടയിലെ പ്രമുഖരായ BJP പ്രവർത്തകർ ഉൾപ്പെടെ നിരവധിയായ ആളുകൾ CPI-ലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, നൂറുകണക്കിന് ആളുകൾ. അതിന് തടയിടാൻ അവർ കണ്ടെത്തിയ മാർഗമാണ് യഥാർത്ഥത്തിൽ കൊലപാതക രാഷ്ട്രീയം. സംഘടനാ രംഗത്ത് സജീവമായി നിൽക്കുന്ന കൊമുട്ട് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനയാണ് RSS BJP സംഘം മൃഗീയമായിട്ട് കൊലപ്പെടുത്തിയിട്ടുള്ളത്. കൊലപാതകത്തെ അതിശക്തിയായിട്ട് പ്രതിഷേധിക്കുകയാണ്. കൊലപാതക രാഷ്ട്രീയം വ്യക്തമായ പ്ലാൻ ചെയ്ത് അവതരിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് RSS. പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലയായ പെരിനാട് RSSകാർ DYFI പ്രവർത്തകരെ ആക്രമിച്ച ഒരു സംഭവമുണ്ടായി. സമാധാനിപ്പിക്കാൻ ചെന്ന ജിതിനെ RSSകാർ അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്, ക്രൂരമാണ്. ജിതിൻ്റെ ഈ കൊലപാതകത്തിൽ CITUവിൻ്റെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തൊരു സംഭവമാണിത്. കൊലപാതകവുമായി BJPക്ക് ബന്ധമില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS സൂരജ് പ്രതികരിച്ചു. പെരുന്നാട്ടിൽ ഇന്നലെ രാത്രി ജിതിൻ എന്ന് പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല. സംഭവത്തിൻ്റെ സത്യാവസ്ഥ ഇതാണെന്നിരിക്കെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ രാജീവ് അബ്രഹാം ഇത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന രീതിയിൽ അത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM-ഉമായിട്ടും DYFI-യുമായിട്ടും ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ് ഇതിൽ പ്രതികളായിട്ടുള്ളത്. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ മേലിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടുള്ള നിഗൂഢമായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രവർത്തകന്മാർക്ക് പോലും ഈ സംഭവമായിട്ട് ബന്ധമില്ല. ജിതിന് രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് അച്ഛൻ ഷാജിയും പ്രതികരിച്ചു. 11 മണിക്ക് വീട്ടിൽ രണ്ടുപേര് വന്ന് എന്നോട് പറയുമായിരുന്നു ഇതുപോലെ ജിതിന് ആക്സിഡൻറ്റ് ഉണ്ടായി എന്ന് പറയും. 11 മണിക്ക് രാത്രി 10 മണിക്ക് ആ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. പെരുന്നാടുകാരാ പ്രതികൾ. രാഷ്ട്രീയമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പിള്ളേർ കുറേ DYFI പ്രവർത്തനത്തിനൊക്കെ പോകുന്ന, പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ വഴക്കിനെ വയ്യാലിക്കുന്നു എന്നുള്ള കാര്യത്തിനൊന്നും പോകുന്നില്ല. സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു എന്നാണ് ആക്രമണത്തിനിടെ ജിതിന്റെ സുഹൃത്ത് വിഷ്ണു പറഞ്ഞത്. ഒരു ബേക്കറി കയറിയ ഒരു പയ്യൻ ബേക്കറി കയറിയ സമയത്ത് അവിടെ കൂട്ടം കൂടിയുന്ന ഒരു 3-4 പേര് ആ പയ്യനെ തെറി വിളിക്കുകയും അടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പം ആ സമയത്ത് എന്നെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ എന്നെ അടിക്കാൻ പോകുന്നു. ഞാൻ പറയുന്നത് അവിടെ നിൽക്കാൻ അങ്ങോട്ട് വരിക എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ കാണുന്നത് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്നത് ഈ പയ്യനെ അടിക്കുന്നതായിട്ടാണ്. ഞാൻ ചെന്നിറങ്ങി അവരോട് സംസാരിച്ചു അടിക്കരുത്. അന്നേരം അവർ മാറി വന്നു. അത് കഴിഞ്ഞ് ഈ പറയുന്ന കുത്തിയ പ്രതി വിഷ്ണു എന്ന് പറയുന്ന ആൾ അവിടെ വന്നിറങ്ങിയിരുന്നു. അയാളോട് നമ്മൾ പറഞ്ഞു അടിക്കരുത്. അന്നേരം അടിച്ചില്ല. അന്നേരമാണ് ഈ പറയുന്ന ജിതിൻ തൊട്ട് പുറകെ വരുന്നത്. ജിതിൻ പുറകെ വന്ന് നിൽക്കുന്ന കണ്ടപ്പോഴേ ഈ നിഖിലേഷ് എന്ന് പറയുന്നൊരു പയ്യൻ ഇവനെ കൊല്ലടാമെന്നും പറഞ്ഞ് അടിച്ചു കൊല്ലടാമെന്നും പറഞ്ഞ് ചാടി വരുന്ന കണ്ടത്. അന്നേരത്തേക്ക് ഈ പറയുന്ന വിഷ്ണു കാറിനകത്തുനിന്ന് വടിവാളെടുത്ത് കുത്തുമായിരുന്നു. ശ്രീകുമാർ വിവരണമായി ശ്രീത്ത്, ഈ നിഖിലേഷ് വിഷ്ണു എന്ന് പറയുന്നവർക്കൊക്കെ രാഷ്ട്രീയമുണ്ടോ? FIR-ൽ ഈ ദാരുണമായ കൊലപാതകത്തെ പറ്റി പറയുന്നത് എന്താണ്? പോലീസ് പറയുന്നത് എന്താണ്? ശ്രീത്ത്. ഹാഷ്മി, ഒരു കാര്യത്തിൽ തർക്കമില്ല. വിഷ്ണുവും അതുപോലെ തന്നെ നിഖിലേഷ് അടക്കമുള്ള ചില പ്രതികൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബന്ധമുണ്ട്. അത് സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ ബന്ധമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൂടാതെ ഈ പറയുന്ന കൊല്ലപ്പെട്ട ജിതിനും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളോട് നേരത്തെ സംസാരിച്ച വിഷ്ണു അടക്കമുള്ള ആളുകൾക്ക് കൃത്യമായ രാഷ്ട്രീയ ബന്ധമുണ്ട്. അവർ ജിതിൻ CITU ചുമട്ടുതൊഴിലാളിയാണ്, കൂടാതെ DYFI പ്രവർത്തകനാണ്. വിഷ്ണു അടക്കമുള്ള ആളുകൾ DYFI-യുടെയും CPM-ൻ്റെയും സജീവ പ്രവർത്തകരാണ് പെരുന്നാട്ടിലേത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ ക്യാമറാമാൻ സഞ്ജയ് ഇക്ബാൽ പകർത്തുന്നത്
ശബരിമല പാതയാണ്. ഈ പാതയിലാണ് രക്തം തളം കെട്ടി കിടക്കുന്ന അല്ലെങ്കിൽ രക്തക്കറ നമ്മൾ കാണുന്നത്. ഇന്നലെ രാത്രിയോടുകൂടി ഒരു വലിയ കലാപത്തിന് സമാനമായ രീതിയിലുള്ള ഒരു ആക്രമണം നടന്നത് ഇവിടെ വെച്ചാണ്. നമുക്ക് ഈ തൊട്ടപ്പുറത്തെ ഈഡൻ ബേക്കറി എന്ന മിനിമാർട്ട് എന്ന ഈ സ്ഥാപനത്തിൽ വെള്ളവും അതുപോലെ തന്നെ ബേക്കറി സാധനങ്ങളും വാങ്ങിക്കാൻ വേണ്ടി വന്നതായിരുന്നു സുഹൃത്തുക്കളായ ചെറുപ്പക്കാർ. ഈ ചെറുപ്പക്കാർ വന്നപ്പോൾ ഇത്തരത്തിൽ അഖിലേഷും അതുപോലെ തന്നെ അതായത് അനന്തു അനിൽ ഈ പറയുന്ന ജിതിൻ്റെ ബന്ധുവും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐക്കാരനും ഒക്കെയാണ്. അയാൾ അവിടെ വന്ന സമയത്ത് അവിടെയായിരുന്നു ആ ഒരു പ്രശ്നമുണ്ടായത്. ആ പ്രശ്നം പിന്നീട് വലുതാവുകയായിരുന്നു. ശേഷം കാറിലെത്തിയ സംഘം, അതിൽ വിഷ്ണുവുണ്ട്, അഖിലേഷ്, ഈ നിഖിലേഷ് ഉണ്ട്. അങ്ങനെ ആ സംഘം പിന്നീട് നേർക്കുനേർ വന്ന് ആക്രമിക്കുകയായിരുന്നു. ആ സമയത്താണ് ജിതിൻ ഈ വഴി വരുന്നത്. പിന്നീട് ജിതിനെ ഇവരെ എല്ലാവരെയും പരിക്കേറ്റവരെയൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അതിൽ വിഷ്ണുവിന് പരിക്കുണ്ട്, അതുപോലെ തന്നെ ഒപ്പം വന്ന അനന്തുവിന് പരിക്കുണ്ട്. അങ്ങനെ 2-3 പേർക്കൊക്കെ പരിക്കുണ്ട്. അവരെ മുഴുവൻ ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷേ പോകുന്ന വഴിക്ക് ആരും തന്നെ ജിതിനെ കണ്ടിരുന്നില്ല. ജിതിനെ പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് തൊട്ടുപുറകിൽ നമുക്ക് ഈ തൊട്ടുപുറകിലുള്ള ആ ദൃശ്യങ്ങൾ അത് അതിഭീകരമാണ്. ഈ മേഖലയിൽ ജിതിനെ കണ്ടെത്തുന്നത് അത് രക്തം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു ഞെരക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എടുത്തപ്പോഴെന്നാണ് പറയുന്നത്. ശേഷം വാഹനത്തിൽ കൊണ്ടുപോയ സമയത്ത് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവിടെ എല്ലാം തന്നെ രക്തം തളം കെട്ടി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും പോലീസ് പറയുന്നത് പോലെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെ ചെറിയൊരു തർക്കമാണ്. മുൻപും ഈ സംഘങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ഇരു പാർട്ടിക്കാരും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വൈരാഗ്യം നിലനിന്നിരുന്നു. അല്ലെങ്കിൽ വടിവാളൊക്കെ എടുത്ത് പെട്ടെന്ന് തന്നെ പൊടുന്നനെ വന്ന് ഒരു ആക്രമണം നടത്തില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും രാഷ്ട്രീയ ബന്ധങ്ങൾ കൂടി അന്വേഷിക്കുന്നുണ്ട്. CPIM പക്ഷേ ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. കൃത്യമായി RSS ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്ന് അവർ ഉറച്ചു നിൽക്കുന്നതിലും ജിതിൻ്റെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിനായി. ഹാഷ്മി, ശ്രീകുമാരനാണ് രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് തന്നെ CPM പറയുകയാണ്. ഞങ്ങൾക്ക് ബന്ധമില്ലെന്ന് BJP പറയുന്നു. FIR-ലും രാഷ്ട്രീയ ബന്ധം പറയുന്നില്ലെങ്കിലും ഈ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം സ്വാഭാവികമായും വലിയ ചർച്ചയാകുന്നുമുണ്ട്.